ഇറാനിൽ വീണ്ടും മാരക ആക്രമണം നടത്തി അമേരിക്ക. മധ്യപൂർവേഷ്യയിൽ വീണ്ടും സംഘർഷ ഭീഷണി ശക്തമാവുകയാണ്. വെടിനിർത്തൽ നിലനിൽക്കുന്നതിനിടെ തന്നെ ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രത്തെ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ അമേരിക്ക ആക്രമണം അഴിച്ചുവിട്ടത്. ഇതോടുകൂടി തന്നെ മിസൈൽ കേന്ദ്രം തകർന്നു തരിപ്പണമാവുകയും IRGCയുടെ ബോട്ടുകളും തീഗോളമായി. സമീപ പ്രദേശങ്ങളിൽ നിന്നും വെടിയുണ്ടകളുടെ ശബ്ദം കേട്ടതായി തന്നെ പ്രദേശവാസികൾ പറയുന്നു. ഒപ്പം പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനിലെ ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ബോട്ടുകളെയും ഒരു മിസൈൽ വിക്ഷേപണ കേന്ദ്രത്തെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്ക ആക്രമണം അഴിച്ചുവിട്ടത്. അതേപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് അഥവാ സെൻട്രൽ കമാൻഡ് ഒരു പ്രസ്താവന പ്രകാരം അമേരിക്കൻ സൈനികർക്കെതിരായ ഭീഷണി തടയുവാനും മേഖലയിലെ തങ്ങളുടെ സേനയെ സംരക്ഷിക്കാനുമാണ് ഈ നീക്കമെന്നതാണ് വ്യക്തമാക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച 2 IRGC ബോട്ടുകളാകട്ടെ അമേരിക്കൻ സൈന്യം തകർത്തതായും അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ ലക്ഷ്യമിടുന്ന ബദർ അബ്ബാസിലെ മിസൈൽ കേന്ദ്രവും ആക്രമണത്തിൽ നശിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ആക്രമണത്തിന് പിന്നിലെ ബാദർ അബ്ബാസ്, സിറിക് അതേപോലെ മറ്റു മേഖലകളിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാനിയൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മേഖലയിൽ വലിയ സൈനിക നീക്കങ്ങളും ജാഗ്രതയും ഇപ്പോൾ തുടരുകയാണ്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ആക്രമണം നിലവിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ലംഘനമല്ല എന്നതാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത് വളരെ പരിമിതമായ പ്രതിരോധ നടപടി മാത്രമാണ് എന്നും ആക്രമണം വ്യാപിപ്പിക്കാൻ നിലവിൽ പദ്ധതിയില്ല എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. ഇതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് നിർണായക ആവശ്യങ്ങൾ ഉന്നയിച്ചത്. തങ്ങളുടെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുകയോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ നശിപ്പിക്കുകയോ ചെയ്യണമെന്നതായിരുന്നു ട്രംപിന്റെ ആവശ്യം. ഇതിന് പിന്നാലെ ഉണ്ടായ അമേരിക്കൻ സൈനിക നടപടിയാകട്ടെ മേഖലയിലെ സംഘർഷ സാധ്യത വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇറാന്റെ പ്രതികരണത്തെയാണ്. അമേരിക്കൻ ആക്രമണങ്ങൾക്കെതിരെ തിരിച്ചടിച്ചുകൊണ്ട് ഇറാൻ അതിന് മുതിർന്നേക്കുമോ എന്ന ആശങ്ക പോലും അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാവുകയാണ്. ഹോർമൂസ് കടലെടുക്ക് ആഗോള എണ്ണ ഗതാഗതത്തിന്റെ പ്രധാന കേന്ദ്രമാക്കുന്നതിൽ തന്നെ അവിടെയുള്ള ഏതൊരു സൈനിക നീക്കവും ലോക സമ്പദ് വ്യവസ്ഥയെയും കൂടുതലായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ തന്നെ ഔദ്യോഗിക പ്രതികരണം ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ തുടർ മണിക്കൂറുകളിൽ മധ്യപൂർവേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ നിർണായകമാകുമോ എന്ന വിലയിരുത്തലടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.